ഹായ് ഹലോ മക്കളെ, നമസ്കാരം. നമ്മളിത് 9ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ അടുത്ത യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. യൂണിറ്റിന്റെ പേര് തന്നെ നമുക്ക് ഏറെ കൗതുകം തോന്നുന്ന ഒരു പേരാണ്, കർമ്മോത്സുകതയുടെ ലാവണ്യ മുദ്രകൾ. അല്ലെ, കർമ്മോത്സുകതയുടെ ലാവണ്യ മുദ്രകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിരന്തരം വെറുതെ ഇരിക്കുകയല്ല വേണ്ടത്, എന്തെങ്കിലുമൊക്കെ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്ന ഒരു യൂണിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ യൂണിറ്റിൽ പഠിക്കുന്ന പാഠഭാഗങ്ങൾ ഓരോന്നും ചെറിയ ചെറിയ പാഠഭാഗങ്ങളാണ്. ഒറ്റ വായനയിൽ തന്നെ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചിലതൊക്കെ ഉള്ളിൽ എന്തൊക്കെയോ ആന്തരികമായ ചില അർത്ഥങ്ങൾ ഇട്ടുകൊണ്ട് ഒന്ന് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില പാഠങ്ങളായി മാറുകയാണ്. അത്തരത്തിലുള്ള ചെറിയ ചില പാഠങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. യൂണിറ്റിന്റെ തലക്കെട്ട് വായിക്കുകയാണ്, കർമ്മോത്സുകതയുടെ ലാവണ്യ മുദ്രകൾ. കർമ്മോത്സുകത എന്ന് പറഞ്ഞ് നിരന്തരമായി നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഇരിക്കാതെ നിരന്തരമായി തൊഴിലിൽ ഏർപ്പെട്ടാൽ മാത്രമേ അന്നന്നത്തെ ഉപജീവനത്തിലുള്ള മാർഗം മനുഷ്യന് കിട്ടുകയുള്ളൂ. അങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യര് എങ്ങനെയാണ് ഇന്ന് കാണുന്ന വിധത്തിലേക്ക് എത്തിപ്പെട്ടത്? പണ്ട് ഈ മനുഷ്യർ എന്താണ് ചെയ്തിരുന്നത്? ജോലിയിൽ അന്നും ഇന്നും ഉള്ള വ്യത്യാസങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ മൊത്തം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ യൂണിറ്റിന്റെ തുടക്കത്തിലെ തന്നെ കൊടുത്തിട്ടുള്ള ആ 2 വരികള് നമ്മൾ വിശകലനം ചെയ്യുകയാണ്. ആ 2 വരികൾ വായിച്ചു കഴിയുമ്പോൾ അതിന്റെ വിശദീകരണം എന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ കിട്ടുകയാണ്. നോക്കാം. മനുഷ്യാധ്വാനത്തിന്റെ ചരിത്രം ചരിത്രാതീത കാലം മുതൽ ആരംഭിക്കുന്നു. മനുഷ്യന്റെ അധ്വാനം എന്ന് പറയുന്നത് ചരിത്രാതീത കാലം മുതൽ, അതായത് ചരിത്രം നമുക്ക് അതീതമായിരുന്ന ആ കാലഘട്ടം മുതലുള്ള കാര്യങ്ങള് അധ്വാനത്തിലൂടെ മനുഷ്യൻ വളർന്നു പോകുന്ന ഓരോ മേഖലയും നമുക്ക് കാണിച്ചു തരികയാണ്. ചരിത്രം പറയാൻ പറ്റാത്ത മനുഷ്യന്മാർ ഗുഹകളിലും പൊത്തുകളിലും ഒക്കെയായി ഒതുങ്ങിക്കൂടി ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തില് ഭാഷ ഉണ്ടായിരുന്നില്ല. ഭാഷ ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ അവർ ആംഗ്യത്തിലൂടെയും ശബ്ദത്തിലൂടെയും സംസാരിച്ചപ്പോൾ, അല്ലെ, അങ്ങനെ ആശയങ്ങൾ വിനിമയം ചെയ്തിരുന്ന ആ കാലഘട്ടത്തിൽ അവിടെയും അവർ അധ്വാനിച്ചിരുന്നു. അവർ കൃഷി ചെയ്തിരുന്നു, നായാടിയിരുന്നു. അങ്ങനെ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലും അവർ അത്യധ്വാനികളായിരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. ചരിത്രാതീത കാലത്തും എങ്ങനെയാണ് മനുഷ്യൻ അധ്വാനശീലരായിരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. അടുത്ത വരിയിലേക്ക് പോവുകയാണ്. മനുഷ്യ ചരിത്രത്തിന്റെ വളർച്ചയിലും വികാസത്തിനും അധ്വാനത്തിന്റെ പങ്ക് വലുതാണ്. പണ്ടുള്ള കാലത്തിൽ നിന്ന് ഇന്നുള്ള കാലത്തിലേക്ക് എത്തി നോക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് മാറ്റത്തിന്റെ പാതയിലാണ് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്, അല്ലെ. ഈ മാറ്റം ഇങ്ങനെയാക്കി തീർത്തതിൽ മനുഷ്യന്റെ അധ്വാനമാണ്, മനുഷ്യന്റെ ചിന്തയാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കുക. മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് നിന്ന് മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അങ്ങനെ ആ മാറ്റത്തിലൂടെ സഞ്ചരിക്കുന്ന നമ്മൾ ഇന്നതേ ഇവിടെ എത്തി നിൽക്കുകയാണ്. ആ എത്തി നിൽപ്പിന്റെ പിന്നിലുള്ള അധ്വാനത്തെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റ് മുഴുവനായും നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ പാഠഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, അധ്വാനത്തിനെ കുറിച്ച് പറയുമ്പോൾ അധ്വാനിക്കുന്നവരുടെ ദിവസത്തെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ, അല്ലെ. മെയ് 1 സാർവദേശീയ തൊഴിലാളി ദിനമായിട്ട് ആചരിക്കുന്നത്. ആലോചിച്ച് വെക്കുകയാണ് നമ്മൾ. നമ്മുടെ പാഠഭാഗത്തില് നമ്മുടെ പാഠത്തിന്റെ ചോദ്യങ്ങൾക്കിടയിൽ എഴുതി വെക്കാനുള്ള ഒരു പോയിന്റ് ആണ്, മെയ് 1 സാർവദേശീയ തൊഴിലാളി ദിനമായി നമ്മൾ ആചരിക്കുകയാണ്, അല്ലെ. തൊഴിൽ ചെയ്യുന്ന, പണിയെടുക്കുന്ന എല്ലാവരെയും ഓർക്കാനും അവരുടെ ചിന്തകളിലൂടെ കടന്നു പോകാനും അവരുടെ വേദനകളിലൂടെയും സന്തോഷങ്ങളിലൂടെയും കടന്നു പോകാനുള്ള ഒരു ദിവസമായിട്ടാണ് മെയ് 1 നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ ആ ഒരു യൂണിറ്റിലെ ആദ്യത്തെ പാഠത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, തരിശു നിലങ്ങളിലേക്ക് എന്ന തിരുനെല്ലൂർ കരുണാകരന്റെ ഒരു പാഠഭാഗമാണ്, അല്ലെ. ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. തരിശു നിലങ്ങളിലേക്ക്, തരിശു കിടക്കുന്ന ഭൂമിയിലേക്ക് മനുഷ്യൻ ആദ്യമായി ഇറങ്ങുകയാണ്. ആദ്യമായി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? തരിശു നിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വെറുതെ കിടക്കുന്ന നിലമാണ്, അല്ലെ. ഒന്നും കൃഷി ചെയ്യാതെ പാഴായി കിടക്കുന്ന സ്ഥലത്തേക്ക് കർഷകർ ഇറങ്ങി ചെല്ലുകയാണ്. കർഷകരാണ് നമ്മുടെ ആദ്യകാല തൊഴിലാളികൾ എന്നറിയപ്പെടുന്നത്. അവര് തരിശു കിടക്കുന്ന ഭൂമിയിലേക്ക് ഇറങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. അവരവിടെ ഉഴുതുമറിച്ചുകൊണ്ട് ആ ഭൂമിയെ അപ്പാടെ മാറ്റിമറിക്കുകയാണ് ചെയ്യുക, അല്ലെ. അങ്ങനെ തരിശു കിടക്കുന്ന ഭൂമിയിലേക്ക് കർഷകർ ഇറങ്ങി ചെല്ലുകയും ആ കർഷകരെ എന്തൊക്കെയോ ആയി താരതമ്യപ്പെടുത്തുകയും ആ താരതമ്യപ്പെടുത്തലുകളിലൂടെ ഒരു ജോലിയുടേതായ എല്ലാ അധ്വാന ഭാരത്തെയും പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം. അങ്ങനെ ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചില ആശയങ്ങളിലേക്കാണ് ആദ്യമേ തന്നെ നമ്മൾ നോക്കുന്നത്. നോക്കാം. തൊഴിലാളി വർഗത്തിന്റെ ശക്തിയും സംഘബോധവും
അധ്വാന മനോഭാവവും വിളംബരം ചെയ്ത കവിതയാണ് തിരുനെല്ലൂർ കരുണാകരന്റേത്. അപ്പോ തൊഴിലാളി വർഗത്തിന്റെ ശക്തിയും അധ്വാന മനോഭാവവും ഒക്കെ വിളംബരം ചെയ്യുന്ന കവിയാണ് തിരുനെല്ലൂർ കരുണാകരൻ എന്ന് മനസ്സിലാക്കുക. അത്തരത്തിലുള്ള ഒരു വിളംബരമായിട്ട് തരിശു നിലങ്ങളിലേക്ക് എന്ന പാഠഭാഗവും നമ്മുടെ ഉള്ളിലേക്ക് എത്തുകയാണ്. നോക്കാം. മർത്യൻ അജയ്യൻ, മർത്യാധ്വാനം അജയ്യം, അവനവന്റേത് ഈ ലോകം എന്ന് മെയ് ദിനം എന്ന ദിവസത്തിൽ സൂചിപ്പിക്കുകയാണ്. നോക്കാം. മർത്യൻ അജയ്യനാണ്, മർത്യാധ്വാനം അജയ്യമാണ് എന്ന് പറയാണ്. മർത്യൻ അജയ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ തോൽപ്പിക്കാൻ പറ്റാത്തത്, കീഴടക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അതാണ് മർത്യൻ അജയ്യൻ എന്നും മർത്യാധ്വാനം അജയ്യം എന്നും പറയുന്നത്. മനുഷ്യന്റെ അധ്വാനം എല്ലാത്തിനെയും കീഴ്പ്പെടുത്തുന്നതാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അവന്റേതാണ് ഈ ലോകം എന്ന് മെയ് ദിനം എന്ന കവിതയിൽ കവി പാടുന്നു. ഇത്തരം ഒരു ആശയം കവി പറഞ്ഞു വെക്കുകയാണ്. ഏത് കവിതയിലൂടെ? മെയ് ദിനം എന്ന് പറയുന്ന ആ കവിതയിലൂടെ. മെയ് ദിനത്തിലാണല്ലോ തൊഴിലാളി ദിനം എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇടുകയാണ്. മൂന്നാമത്തേതായ പോയിന്റ് ആയി പറയുന്നത്, മനുഷ്യൻ പണിതുയർത്തുന്ന നവലോകവും മഹത്വവൽക്കരിക്കുന്ന മനോഭാവമാണ് തരിശു നിലങ്ങളിലേക്ക് എന്ന കവിതയിൽ കാണുന്നത്. മനുഷ്യൻ പണിതുയർത്തുന്ന നവലോകം, അല്ലെ? നമ്മൾ ഓരോരുത്തരും ഇന്ന് കാണുന്ന ഈ ലോകത്തിലേക്ക്, ഇന്നത്തെ സമൂഹത്തിലേക്ക് ഇങ്ങനെ എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ കുറെ അധ്വാനമുണ്ട്. ആരുടെ അധ്വാനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരുടെ അധ്വാനമാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടം മനുഷ്യരെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. നോക്കാം അത്തരത്തിലുള്ള മനുഷ്യരെ കുറിച്ച്. അത്തരത്തിലുള്ള മനുഷ്യരെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമേ ഓർമ്മ വരുന്നത് കർഷകരെയാണ്, അല്ലെ? നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ, അല്ലെ? ബേസിക് നീഡ് എന്ന് പറയുന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ പെടുന്ന ഒന്നാണ് ഭക്ഷണം. ഭക്ഷണം കിട്ടിയാലേ നമ്മുടെ ജീവൻ നിലനിൽക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ എത്രയൊക്കെ വൈറ്റ് കോളർ ജോലിയുടെ പിന്നാലെ പോയാലും അടിസ്ഥാന സൗകര്യങ്ങൾ എന്നറിയപ്പെടുന്ന ഭക്ഷണം കിട്ടണമെങ്കിൽ കർഷകർ പാടത്തേക്ക് ഇറങ്ങണം. അങ്ങനെ ഈ പാഠഭാഗത്തിൽ കർഷകർ കൃഷിഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. കർഷകർ കൃഷിഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ തരിശായി കിടക്കുന്ന ഭൂമിയെ കാണാം, അല്ലെ? ഒന്നും വിളയാതെ വെറുതെ കിടക്കുന്ന ഭൂമിയെ കാണാം. ഇവരിറങ്ങിയതിന് ശേഷം ആ ഭൂമി, ഫലഭൂഷ്ടമായ ആ ഭൂമി നിറയെ പൊന്നണിഞ്ഞു നിൽക്കുന്നതും കാണാം. ഇത്തരത്തിലൊരു ചിത്രം നമ്മളിലേക്ക് തന്നിരിക്കുകയാണ്. ആകെ കാർമേഘപൂരിതമായ ഒരു അന്തരീക്ഷവും തരുന്നുണ്ട്. ഇതിനെയൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് പാഠഭാഗം മുന്നോട്ട് പോകുന്നത്. നോക്കാം. ക്രോഡീകരണം. പാഠഭാഗത്തെ ആശയങ്ങളെ ഒന്ന് ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുക. കരിമുകിൽ പോലെ വരുന്ന തൊഴിലാളികളുടെ സംഘബോധവും ശക്തി സൗന്ദര്യവും പാഠഭാഗത്തിൽ കാണാം. കരിമുകിൽ പോലെ വരുന്നത്. എന്താണ് കരിമുകിൽ? കരിമുകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർമേഘമാണ്, അല്ലെ? കാർമേഘം പോലെയാണ് പാടത്തേക്ക് ആര് വരുന്നത്? കർഷകർ വരുന്നത്. അതിന് പിന്നിലുള്ള ആശയഗതികൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കും. അപ്പൊ ആദ്യത്തെ പോയിന്റ് മനസ്സിലാക്കുക, കർഷകരെ കരിമുകിലുമായിട്ടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു പോയിന്റ് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലേക്ക് ഇടുകയാണ്. അത് വിശദമായി ഈ പാഠഭാഗത്തിൽ നിന്ന് 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ അത് വ്യക്തമായി പഠിക്കേണ്ടതുണ്ട്. ആ ഒരു ചോദ്യവും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൊഴിലാളികളുടെ കണ്ണുകളിൽ വ്യവസ്ഥയെ ചുട്ടരിക്കുന്ന തീക്ഷ്ണതയുണ്ടെങ്കിലും ഹൃദയം നിറയെ ആർദ്രതയുടെ തെളിനീരുറവകളുണ്ട്. തൊഴിലാളികൾക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ട്, ഈ വ്യവസ്ഥ ശരിയല്ല, ഞങ്ങളെ ഇങ്ങനെ പട്ടിയെ പോലെ പണിയെടുപ്പിച്ചതിന് ശേഷം അതിൻ്റെതായ എല്ലാ ആദായവും കൊയ്യുന്നത് മുതലാളിമാരാണ്, ജന്മിമാരാണ്. അങ്ങനെയുള്ള ചിന്താഗതി അവരുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിലും അവരുടെ മനസ്സ് മുഴുവൻ എന്താണ്? ആർദ്രമാണ്, അല്ലെ? ആർക്കും എപ്പോഴും കയറി വരാവുന്നതും സംസാരിക്കാവുന്നതും പണിയെടുക്കാനുള്ള ഒരു മനസ്സുമായ തെളിഞ്ഞ ഒരു മനസ്സായിട്ട്, ആർദ്രതയുടെ അത്ര മൃദുവായ ഒരു മനസ്സാണ് അവരുടേതെന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പൊ അന്നത്തെ കാലത്തെ വ്യവസ്ഥയോടുള്ള കൃത്യമായ എതിർപ്പ് പാഠഭാഗത്തിൽ രേഖപ്പെടുത്തുന്നതായി കാണാം, അല്ലെ? അന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത ജന്മി കുടിയാൻ വ്യവസ്ഥയാണ്, അല്ലെ? ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് വെക്കേണ്ട കാര്യം, ജന്മിമാര് പാടവരമ്പത്ത് ഇവരെ പണിയെടുപ്പിക്കുകയും എല്ലാ വസ്തുക്കളും ആ വസ്തുവകകളൊക്കെ ജന്മിയുടെ വീടുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുകയും ഇവരെ നിസാരമായ കൂലി കൊടുത്തൊതുക്കുകയും ചെയ്തിരുന്ന കാലഘട്ടത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്ന് ആലോചിക്കുക. അടുത്ത ഭാഗം നോക്കുകയാണ്. മണ്ണിനെ പൊന്നണിയിക്കുവാനുള്ള വിത്തുകളുമായി
വിലയിപ്പിക്കാനാവാത്ത കരുത്തും ദൃഢനിശ്ചയവുമായിട്ടാണ് തൊഴിലാളികൾ തരിശു നിലങ്ങളിലേക്ക് വരുന്നത്. മണ്ണിനെ പൊന്നണിയിക്കാനുള്ള വിത്തുകൾ തരിശു കിടക്കുന്ന ആ ഭൂമിയിലേക്കാണ് അവർ എത്തുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ എത്തുന്ന കർഷകർ എന്താണ് അവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ തരിശു കിടക്കുന്ന ഭൂമിയെ ഉഴുതുമറിച്ചുകൊണ്ട് കൃത്യമായി ഒരുക്കി വിടേണ്ടതുണ്ട് അല്ലെ. അങ്ങനെ ആ ഒരുക്കി വിടാൻ വേണ്ടി അവർ എങ്ങനെയൊക്കെയാണ് അധ്വാനിക്കുന്നത് എന്നതാണ് അടുത്ത ഭാഗത്തിൽ കവിതയിൽ പറയുന്നത് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി ഏകദേശം ഒരു 3 പോയിന്റ് കൂടി ഒന്ന് ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ ഈ പാഠഭാഗം മുഴുവനായ ആശയം നമ്മളിലേക്ക് കിട്ടുകയാണ്. നോക്കാം. സമൃദ്ധി സൃഷ്ടിക്കുവാനും നിലനിർത്തുവാനും സാമൂഹ്യ ജീർണതകളെ സംഹരിക്കുവാനും തൊഴിലാളികളുടെ ആത്മധൈര്യവും ഇതിൽ കാണാം. സമൃദ്ധി സൃഷ്ടിക്കുക, വെറുതെ ഒഴിഞ്ഞു കിടക്കുന്ന പാഠഭാഗത്തെ സമൃദ്ധമാക്കുവാൻ അല്ലെ, നിറയെ വിളയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് കർഷകരിലുണ്ട്. ഒരു തുണ്ട് ഭൂമി പോലും അവിടെ പാഴാക്കി കളയരുത് എന്ന് വിചാരിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന കർഷകരുടെ മനോവികാരം നമുക്ക് ആ ഭാഗത്ത് കാണാൻ സാധിക്കും. അടുത്ത ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്: സാമൂഹിക ജീർണതകളെ സംഹരിക്കുവാനും. സമൂഹത്തിലെ കുറെ ജീർണമായ കാര്യങ്ങളുണ്ട് അല്ലെ, മുതലാളിമാര് തൊഴിലാളികൾ എന്നൊരു വ്യത്യാസം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൻ്റെതായ വ്യത്യാസങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് തൊഴിലാളികളെ ഉള്ളില് ഒരു സംഘബോധം ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഒന്നാണ്, ഇതിങ്ങനെ ആയാൽ ശരിയാവില്ല, നമ്മൾ പണിയെടുക്കാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവരാണ്, എന്നാൽ പണിയെടുക്കുന്നതിനനുസരിച്ചുള്ള കൂലി നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലാണ് എന്നുള്ള ആ ഒരു സംഘബോധത്തിൻ്റെതായ ചിന്തകൾ അവരിലുണ്ട്. അടുത്തൊരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക, ഭൂ ഉടമകൾ കൃഷി ചെയ്യാതെ ഊഷരമാക്കിയ ഭൂമിയെ ബലിഷ്ഠകരങ്ങളാൽ ഉഴുതുമറിക്കാനുള്ള കരുത്തും ആവേശവും അവരിലുണ്ട്. ഭൂ ഉടമകൾ അല്ലെ, ജന്മിമാര്, ഭൂ ഉടമകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉടമസ്ഥർ, അവര് ഊഷരമാക്കിയ ഭൂമി, ഊഷരമാക്കിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇട്ടിരിക്കുന്ന ഭൂമി, ഒന്നും വിളയിപ്പിക്കാതെ വെറുതെ തരിച്ചു കിടത്തിയിരിക്കുന്ന ആ ഭൂമിയെ ഉഴുതുമറിച്ച് തന്റെ കരുത്തും കാന്തിയും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവേശം അവരിൽ കാണാൻ സാധിക്കും. വ്യവസ്ഥിതിയോട് പൊരുതുകയും പ്രതിഷേധിക്കുകയും അഭിലാഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന വാക്കുകളിലൂടെ അത്ഭുത ശക്തിയും അവർക്ക് കാണാം. ആ ഒരു വ്യവസ്ഥിതിയോട് അവർ പൊരുതുന്നുണ്ട്. ഇങ്ങനെ ആയാൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ ഒരു പൊരുതലും നമുക്ക് ആ ഒരു പാഠഭാഗത്തിൽ കാണാം എന്ന് പറയുകയാണ്. അങ്ങനെ ഏറ്റവും അവസാനത്തെ പോയിന്റിലേക്ക് നമ്മൾ എത്തുമ്പോൾ മനസ്സിലാക്കുകയാണ്. നോക്കാം. ദാരിദ്ര്യത്തിലും വറുതിയിലും തളരാതെ മരണത്തെ പോലും അതിജീവിക്കുന്ന കരുത്തുമായി നല്ലൊരു നാളെ പടുതുയർത്താൻ മണ്ണിൽ പൊന്നു വിളയിക്കാൻ ആത്മവിശ്വാസം ഓരോരുത്തരിലുമുണ്ട്. ദാരിദ്ര്യത്തിലും, നമ്മൾ ആദ്യമേ പറഞ്ഞു, കർഷകർ ഇത്രയൊക്കെ അല്ലെ, രാവിലെ അവര് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് പാടശേഖരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിലാണ് തിരിച്ചു കയറുന്നത്. അത്രയും നേരം അവർക്ക് അവിടെ പണിയുണ്ട്. ഓരോ ചടങ്ങുകൾ അല്ലെ, ഓരോരോ പണികളായിട്ട് അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഇത്രയും പണികൾ അവർ ചെയ്ത് കഴിയുമ്പോൾ രാത്രിയാവുകയാണ്. അങ്ങനെ നിത്യവും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ പണിയെടുക്കുന്നുണ്ടെങ്കിലും അവരെന്താണ്? ദരിദ്രരാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ശരിക്കും വകയില്ലാത്തവരാണ്. ഈ സമ്പാദ്യങ്ങളൊക്കെ ആരുടെ കയ്യിലായിരിക്കും? ജന്മിമാരുടെ കയ്യിൽ, അഥവാ ഭൂ ഉടമകളുടെ കയ്യിലായിരിക്കും. അപ്പൊ ഈ വറുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലായ്മ എന്നാണ് അർത്ഥം അല്ലെ. ഈ ഇല്ലായ്മയിലും തളരാതെ മരണത്തെ പോലും അതിജീവിക്കുകയാണ് അവർ. ഭക്ഷണം നേരാവണ്ണം കിട്ടാതെ, ശരീരത്തിൽ എനർജി ഇല്ലാതെ അല്ലെ, ശരീരത്തിൽ ഒരു ഊർജമില്ലാതെ മരണത്തെ അതിജീവിച്ചുകൊണ്ടാണ് അവർ ഓരോ ദിവസവും പണിക്കായി ഒരുങ്ങി വരുന്നത്. അതിലെ പ്രയോഗ ഭംഗി കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ചോദ്യവും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും കേട്ടാ. ഈ പാഠഭാഗത്തിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് പ്രധാനപ്പെട്ടത് എന്ന് പറയാം. ആലോചിച്ച് വെച്ചോ, എന്താണ് പ്രധാനപ്പെട്ടതെന്ന് നോക്കുമ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം വരി വരുന്നത് ഇങ്ങനെയാണ്: തരിശു നിലങ്ങളിലേക്ക് വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ, എരിയും വേനലിന് അറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ. തരിശു നിലങ്ങളിലേക്ക് വരുന്ന വേലക്കാർ അല്ലെ, വെറുതെ കിടക്കുന്ന ഭൂമിയിലേക്ക് വരുന്ന വേനൽക്കാരെ എങ്ങനെയായിട്ടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? കരിമുകിൽ പോലെ വേലക്കാർ, കരിമുകിൽ പോലെ വേലക്കാർ. കരിമുകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, കരിമുകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർമേഘം എന്നാണ് അർത്ഥം അല്ലെ. കാർമേഘം, തരിശു കിടക്കുന്ന ഭൂമിയിലേക്ക് കർഷകർ വരുമ്പോൾ അവരെ കാർമേഘമായിട്ടാണ് കാണുന്നത്. കാർമേഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മേഘത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? വെള്ളമുണ്ട്. മഴ പെയ്യിപ്പിക്കുന്ന മേഘങ്ങളാണ് കാർമേഘങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ കർഷകരെ കാണുമ്പോൾ നമുക്ക് തോന്നുകയാണ് കാർമേഘമായി തോന്നുന്നു. കാരണം വരണ്ട് കിടക്കുന്ന ഭൂമിയെ അവർ സമൃദ്ധമാക്കാൻ വരികയാണ്, നിറയെ വിളയിപ്പിക്കാൻ വേണ്ടി വരികയാണ്.
ഉണങ്ങിക്കിടക്കുന്ന ഭൂമിയിലേക്ക് ഇതുപോലെയാണ് മഴ പെയ്യുന്നത്. മഴയെ കാണുമ്പോൾ, ആ കാർമേഘത്തെ കാണുമ്പോൾ, അല്ലെ, വേനൽക്കാലം കഴിഞ്ഞ് കാർമേഘപൂരിതമായ അന്തരീക്ഷം കാണുമ്പോൾ ഉള്ള ഒരു പ്രതീക്ഷയുണ്ട് നമുക്ക്, അല്ലെ. ഇപ്പൊ മഴ പെയ്യും, ഒരു പുതുമണ്ണിന്റെ മണം അങ്ങോട്ടേക്ക് ഉയരും, അങ്ങനെ അതാകെ പരക്കും, ഇവിടേക്ക് പുതിയ നാമ്പുകൾ മുളയ്ക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. ഇതേ പ്രതീക്ഷ തന്നെയാണ്, ആ മഴക്കാരിനെ കാണുമ്പോഴുള്ള അതേ പ്രതീക്ഷ തന്നെയാണ് വരണ്ടുണങ്ങി നിൽക്കുന്ന പാടശേഖരത്തിലേക്ക് എത്തുന്ന കർഷകരിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് ഈ ഒരു വരിയുടെ അർത്ഥമായി പറയുന്നത്. ഇനി അതെങ്ങനെ എഴുത്തിന്റെ രൂപത്തിലേക്ക് ആക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കാം. തരിശു നിലങ്ങളിലേക്ക് വരുന്ന തൊഴിലാളികളെ കരിമുകിലിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. കരിമുകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർമേഘത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് പോവുകയാണ് നമ്മള്. കരിമുകിലിന്റെ ഭംഗിയും അത് നൽകുന്ന പ്രതീക്ഷയും ആശ്വാസവും തൊഴിലാളികളുടെ വരവിലും കാണാം. ഈ 2 പോയിന്റ് നമ്മൾ ആലോചിച്ച് വെക്കുകയാണ്. കരിമുകിലിനൊരു ഭംഗിയുണ്ട്, അത് നൽകുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഈ 2 വാക്കുകൾ ആലോചിച്ചിരുന്നാൽ മതി. ആദ്യത്തെ പ്രധാനപ്പെട്ട ഈ വരിയിൽ നിന്ന് ഈ 2 വാക്കുകൾ ആലോചിച്ചിരുന്നാൽ തന്നെ ഇതിനുത്തരം എഴുതാൻ പറ്റും. കരിമുകിലിനൊരു ഭംഗിയുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്, അല്ലെ. ആ പാടശേഖരത്തിൽ വിളവുണ്ടാക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ തന്നെയാണ് കാർമുകിലിലും കർഷകരിലും കാണുന്നത്. അടുത്ത പോയിന്റ് നമ്മൾ നോക്കുകയാണ്. കൊടിയ വേനലിൽ വെന്തുരുകുമ്പോൾ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന കരിമുകിൽ നമ്മുടെ ഉള്ളം കുളിർപ്പിക്കുന്നു. ആകെ വേനൽ പിടിച്ച് വറുതിയുടെ കാലമായി, ഒന്നുമില്ലാത്തതിന്റെ കാലമായിട്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു മഴ വരാൻ പോകുമ്പോൾ പ്രതീക്ഷയാണ് നമുക്ക്, അല്ലെ. നമ്മുടെ ഉള്ളം ആകെ ഇങ്ങനെ കുളിർത്ത് കയറുകയാണ്. അതുപോലെയാണ് കർഷകരെ കാണുമ്പോൾ തോന്നുന്നത് എന്നാണ് കവി പറയുന്നത്. കരിമുകിൽ മഴയായി പെയ്യുമ്പോൾ മണ്ണും മനുഷ്യ മനസ്സും ഒരുപോലെ കുളിരണിയുന്നു. മണ്ണും മനുഷ്യന്റെ മനസ്സും ഒരുപോലെ കുളിരണിയുന്നു. മണ്ണിൽ വിത്തുകൾ മുളയ്ക്കുന്നു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്, അല്ലെ. അതും ഒന്ന് കോർത്തു വെച്ചോ. നോക്കാം. തൊഴിലാളികളുടെ കരുത്തും അധ്വാനത്തിന്റെ അഴകും ഐക്യനിരയും കരിമുകിൽ പോലെ മണ്ണിനും മനുഷ്യർക്കും പ്രതീക്ഷ നൽകുന്നു. വീണ്ടും വീണ്ടും എത്തുന്ന പോയിന്റ് അതാണല്ലേ. ഒരു പ്രതീക്ഷ നൽകുകയാണ്. ഉണങ്ങിക്കിടക്കുന്ന പാടശേഖരങ്ങളിൽ പുതിയ വിത്തുകൾ മുളയ്ക്കുന്ന പ്രതീക്ഷയാണ് കർഷകർ വരുമ്പോൾ ലഭിക്കുന്നത്. അതുപോലെയാണ് ആകെ വറ്റി വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ പുതുതായി ആദ്യമായി മഴ പെയ്യുമ്പോഴും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് കർഷകരെ കരിമുകിലുമായി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ആലോചിച്ചു വെച്ചോ. പ്രധാനപ്പെട്ട ഒരു വരിയാണ് കേട്ടാ. ഇനി നമ്മൾ അടുത്തൊരു വരിയിലേക്ക് പോവുകയാണ്. മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യമോടെ അണിയായി അണിയായി വേലക്കാരവർ അടിവച്ചടിവച്ചു വരുമ്പോൾ. മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായിട്ട് അവരങ്ങനെ ഉഴുതുമറിക്കുകയാണ്. എന്താണ് ഈ വരിയുടെ പ്രത്യേകത എന്ന് ചോദിക്കുകയാണ് കേട്ടാ. ചില വരികൾ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം അതിൽ ദ്വിതീയാക്ഷരപ്രാസം ഉണ്ട്, അല്ലെ. നമ്മൾ നേരത്തേലത്തെ വരിയിലേക്ക് പോകുമ്പോഴും ഇതുപോലെ തന്നെ കാണാൻ പറ്റും. കണ്ട, തരിശ്, കരിമുകിൽ, എരിയുക, കരി, ഇതിലൊക്കെ ദ്വിതീയാക്ഷരപ്രാസം കാണാം. 2ാമത്തെ അക്ഷരം ആവർത്തിക്കുന്നത് ഇതിലൊരു പ്രത്യേകതയാണ് കേട്ടാ. അടുത്തത് നോക്കുകയാണ് നമ്മള്. ഭൂമിയെ മുഴുവൻ ഉഴുതുമറിച്ച് വിളനിലമാക്കാൻ വരുന്ന തൊഴിലാളികളുടെ ഐക്യനിര എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തൊഴിലാളികൾ അത്രയും കഠിനമായി അധ്വാനിക്കുന്നവരാണ്. പാടശേഖരത്തേക്ക് ഇറങ്ങുന്നവരുടെ ശരീരം നോക്കിയാൽ നമുക്കറിയാം അവർ കൊടന്ത വയറുമായി നടക്കുന്നവരാണോ? അല്ല, അവർ അധ്വാനിക്കുന്നത് കൊണ്ട് അവരുടെ ശരീരം ആകെ ഉണങ്ങി വലിഞ്ഞ് നല്ല കട്ടിയുള്ള ശരീരമായിരിക്കും, അല്ലെ. പാടത്ത് വെയിൽ കൊണ്ട് പണിയെടുക്കുന്നവരാണ്. കറുത്ത നിറമാണെങ്കിലും അവരുടെ ശരീരം ഉരുക്കുപോലെയായിരിക്കും. അങ്ങനെ അവരിൽ ഒരു ഐക്യമുണ്ട് എന്ന് പറയുകയാണ്. ഒരാൾ ഒറ്റയ്ക്ക് പണിയെടുത്തിട്ട് മറ്റയാൾ മാറി നിൽക്കുക എന്ന പരിപാടി അവിടെ ഇല്ല. അവര് വരുന്നുണ്ടെങ്കിൽ അവരൊറ്റയ്ക്കാണ്, അവരൊറ്റക്കെട്ടാണ്. അതാണ് പറയുന്നത് മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി ഉഴുതുമറിക്കാൻ അവരിങ്ങനെ വരികയാണ്. അവരൊരു ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. മണ്ണിനെ പൊന്നണിയിക്കുവാൻ വരുന്ന തൊഴിലാളികളുടെ വീര്യവും സാമൂഹിക ബോധവും തങ്ങൾക്ക് വേണ്ട പൈസ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ തൊഴിൽ അവരവിടെ ഉപേക്ഷിക്കുന്നില്ല, അല്ലെ. അവർക്കൊരു സാമൂഹിക ബോധമുണ്ട്. നമ്മളെങ്കിലും പാടശേഖരത്തേക്ക് ഇറങ്ങിയില്ലെങ്കിൽ ഈ ജനങ്ങളൊക്കെ എങ്ങനെ ഭക്ഷണം കഴിക്കും എന്നൊരു ചിന്ത അവരിലുണ്ട്. സാമൂഹിക ബോധം അവരിലുണ്ട് എന്നുള്ളൊരു പോയിന്റും കൂടി അതിലിട്ട് വെച്ചിരിക്കുകയാണ്. തരിശു നിലങ്ങളെ സമൃദ്ധമാക്കാൻ
അടിവച്ച് മുന്നേറുന്ന തൊഴിലാളി വർഗത്തിന്റെ കരുത്തും സൗന്ദര്യവും കാണാം. തരിശു നിലങ്ങളെ സമൃദ്ധമാക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, വെറുതെ കിടക്കുന്ന ഭൂമിയെ സമൃദ്ധമാക്കാൻ വേണ്ടിയിട്ടുള്ള അടിയുറച്ച വിശ്വാസം അവരിലുണ്ട് എന്ന് പറയുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വരി വരുന്നത് ഇങ്ങനെയാണ്: ഇടിവാളുകളായി കുളിരായി അഴകായി അടിപതറാത്തൊരദൃശ്യതയായി തരിശു നിലങ്ങളിലേക്ക് വരുന്നു കരുതിയിറങ്ങിയ വേലക്കാർ. കരുതിയിറങ്ങിയിരിക്കുകയാണ് അവര്, അല്ലെ. അവര് മനസ്സിൽ ഉറപ്പിച്ചിരിക്കുകയാണ് ഈ ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയെ നമ്മൾ സമ്പൽ സമൃദ്ധമാക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. അവരെ ഇടിവാളുകളുമായി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് അവര് കുളിരാണ് അഴകാണ് എന്നൊക്കെ പറയുകയാണ്, അല്ലെ. എന്തുകൊണ്ടാണ് ഇടിവാളുമായി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? അവര് കുളിര് നൽകുന്നുണ്ട്, അഴക് നൽകുന്നുണ്ട്, അടിപതറുന്നില്ല എന്നൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. പ്രതിബന്ധങ്ങളെ തകർത്തെറിയുന്ന തൊഴിലാളികളുടെ മുന്നേറ്റത്തിനു മുൻപിൽ മിന്നൽ പിളരായി നിൽക്കുന്നു. തൊഴിലാളികളുടെ മുന്നേറ്റത്തെ മിന്നൽ പിളരായി കൽപ്പിച്ചിരിക്കുന്നു. പ്രതിബന്ധങ്ങളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തടസ്സങ്ങളെയാണ് കേട്ടോ. പ്രതിബന്ധങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തടസ്സങ്ങളെ അവരെന്ത് ചെയ്യാണ്? കുറേ തടസ്സങ്ങൾ ഉണ്ടാവും, അല്ലെ. പാടശേഖരത്ത് കൃഷി ചെയ്യാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പെട്ടെന്നൊന്നും ആ പാടശേഖരത്തെ ഒരുക്കാൻ വേണ്ടി പറ്റില്ല. കല്ലും കട്ടകളും ഒക്കെ ആയിട്ട് ആകെ ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ അവർ അതിൽ നിന്ന് പിന്മാറാതെ ഓരോ പ്രതിസന്ധിയെയും അവർ മാറ്റി ചിലപ്പോൾ കാടായിരിക്കും, കാട് വെട്ടിത്തെളിച്ചുകൊണ്ടായിരിക്കും കൃഷി ചെയ്യേണ്ടി വരിക. ചിലപ്പോൾ വലിയ വലിയ കല്ലുകളായിരിക്കും, അല്ലെ. അത് ആ പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? മുന്നേറുന്നത്. ആ മുന്നേറ്റത്തെയാണ് മിന്നൽ പിളരായി പറയുന്നത്, അല്ലെ. മിന്നൽ പിളര് ഇടിമിന്നൽ പോലെയാണ്. അവര് വന്നു കണ്ടിട്ട് പതിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇല്ലാതാക്കുകയാണ്, ആ പ്രശ്നത്തേക്ക് ഇല്ലാതാക്കുകയാണ്. ഒരു ഇടിമിന്നൽ ഒരു മരത്തിൽ വന്ന് പതിച്ചു കഴിഞ്ഞാൽ ആ മരം അങ്ങോട്ടേക്ക് ഇല്ലാതാവുകയാണ്, അല്ലെ, പിളർന്നു പോവുകയാണ്. അതുപോലെ ഭൂമിയിലെ പ്രശ്നങ്ങളെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ അവർ ഇല്ലാതാക്കുകയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇടിവാളുകളായി എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ആലോചിച്ചു വെച്ചോ, തൊഴിലാളികളുടെ പ്രതീക്ഷ നിറഞ്ഞ മുന്നേറ്റം ജന്മിവർഗത്തിന് മിന്നൽ പിളർ പോലെ പ്രഹരമായി തീരുന്നു. തൊഴിലാളികളുടെ പ്രതീക്ഷ നിറഞ്ഞ മുന്നേറ്റം. ഓരോ പണി ചെയ്യുമ്പോഴും നാളെ ഇവിടെ ഒരു സമൃദ്ധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അവർ ചെയ്യുന്നത്, അല്ലെ. ആ പ്രതീക്ഷയുടെ മുന്നേറ്റം ജന്മിമാർക്ക് പലപ്പോഴും ഒരു അടിയായി വരാറുണ്ട് എന്ന് പറയുകയാണ്. തൊഴിലാളികൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ മുന്നിട്ട് ഇറങ്ങുമ്പോൾ പലപ്പോഴും അടി കിട്ടുകയാണ് ജന്മിവർഗത്തിന്. കൃഷിഭൂമി കർഷകർക്ക് എന്ന് പറയുന്ന നയമൊക്കെ നമുക്കറിയാം, അല്ലെ. കൃഷി ചെയ്യുന്ന ഭൂമി കർഷകർക്ക് തന്നെ പതിച്ചു കൊടുക്കുന്ന നിയമമൊക്കെ EMSന്റെ ടൈമിലുണ്ടായിരുന്നു. ആ ഒരു സമയത്തേക്ക് കാര്യങ്ങളൊക്കെ കോർത്തു വെച്ചിരിക്കുകയാണ്. തൊഴിലാളികൾ ഇങ്ങനെ വരുമ്പോൾ അവർ ഓരോ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് കൃഷിഭൂമിയിൽ ഇങ്ങനെ സമൃദ്ധമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒരു ഇടിമിന്നലേറ്റതുപോലെ ജന്മിമാരുടെ നെഞ്ചിൽ ഇങ്ങനെ കൊള്ളുകയാണ്. തൊഴിലാളികളുടെ സംഘബലം മണ്ണിനും മനുഷ്യനും നൽകുന്ന കുളിരും പ്രചോദനവും. അവരുടെ ആ ഒരു സംഘബലമുണ്ട്, അല്ലെ. ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള ആ ഒരു അധ്വാന ശീലമുണ്ട്, അവരുടെ ആ ഉറച്ച മനസ്സുണ്ട്. അത് പലപ്പോഴും നമുക്കൊരു സന്തോഷം നൽകുന്നതാണ്. അടിപതറാത്ത കാൽവയ്പുകളുടെ നിശ്ചയദാർഢ്യയുടെയും സൗന്ദര്യം കാണാൻ സാധിക്കും, അല്ലെ. ആ ഒരു നിശ്ചയദാർഢ്യത്തിന്റെയും സൗന്ദര്യം കാണാം. അടിപതറാത്ത കാൽവയ്പുകളാണ്. ഓരോന്നും കാണുമ്പോൾ അയ്യോ ഇനി എങ്ങനെയാണ് ഇവിടെ കൃഷി ചെയ്യുക എന്നാലോചിച്ച് അവര് മാറി നിൽക്കുകയല്ല. ഇതൊക്കെ ഉള്ളതാണ്, അല്ലെ. ഇതൊക്കെ ഒരു ഭൂമിയാകുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞ് അതിനെയൊക്കെ ചവിട്ടി മെതിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവാൻ അവർ മനസ്സ് കാണിക്കുന്നുണ്ട്. പ്രതിബന്ധങ്ങളോട് പൊരുതാൻ തരിശു നിലങ്ങളിലേക്ക് വരുന്ന സംഘബലത്തിന്റെ ശക്തി, അല്ലെ. പ്രതിബന്ധങ്ങളിലൂടെ പൊരുതിക്കൊണ്ട് മുന്നേറാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ട്. നോക്കാം, അടുത്ത ഭാഗം വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നോക്കാം, വരുന്ന സംഘബലത്തിന്റെ ശക്തിയും അവരിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട വരികൾ ഇത്രയൊക്കെയാണ്. അതായത് ഈ പറഞ്ഞ 3 ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം ചോദ്യങ്ങൾ മനസ്സിലാവും, അത്യാവശ്യം ഉത്തരങ്ങളും നമുക്ക് എഴുതാൻ പറ്റും. എന്തുകൊണ്ട് കരിമുകിലിനെ കർഷകരുമായി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു? ഇടിവാളുകൾ പോലെയാണെന്ന് പറയുന്നു. കർഷകരുടെ ഇന്നത്തെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലാക്കി വെക്കുക. കർഷകർ രാവന്തിയോളം പണിയെടുക്കുന്നുണ്ടെങ്കിലും അവർക്ക് അതിനുള്ള കൂലി ലഭിക്കുന്നില്ല തുടങ്ങിയ ഉത്തരങ്ങൾ നമ്മുടെ കയ്യിൽ ശേഖരിച്ചു വെക്കാട്ടാ. അങ്ങനെ നമ്മൾ ഈ യൂണിറ്റിലെ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. അച്യുതൻ മാമ എന്ന് പറയുന്ന ഒരു പാഠഭാഗത്തിലേക്ക് പോവുകയാണ്. എന്താണ് ഈ പാഠഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കഥയാണ്, അല്ലെ. പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ചെറിയ കഥയാണ്. നോക്കാം,
കാഴ്ചകളും ശബ്ദങ്ങളും വാക്കുകളും സൃഷ്ടിക്കുന്ന ലോകം വലുതാണ്. കാണാൻ പറ്റുന്ന, കേൾക്കാൻ പറ്റുന്ന ഒരുപാട് വസ്തുക്കൾ ഈ ലോകത്തുണ്ട്. അതൊരു വലിയ ലോകമാണ്. ഇപ്പോഴും നമ്മൾ കണ്ടു തീർക്കാത്ത ഒരുപാട് കാഴ്ചകളുണ്ട്, ഇപ്പോഴും നമ്മൾ കേട്ട് തീരാത്ത ഒരുപാട് അറിവുകളുണ്ട് എന്ന് പറയുകയാണ്. പക്ഷേ തിരക്കു പിടിച്ച ജീവിതത്തിൽ തിരിച്ചറിയേണ്ടതും പലതും നാം കാണാതെ പോകുന്നു. അവനവനിലേക്ക് മാത്രം നോക്കുന്നത് കൊണ്ടാവാം ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നാല് കുറെ സാധനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്, കുറെ ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ പരിഗണിക്കേണ്ടവരെ പലപ്പോഴും നമുക്ക് പരിഗണിക്കാൻ പറ്റാതെ പോവുകയാണ്. അതെന്തുകൊണ്ടായിരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനവനിലേക്ക് മാത്രം നോക്കുക. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നതെന്നേ, അല്ലെ? നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്നത് കൊണ്ട് പലപ്പോഴും നമുക്ക് ഈ പറഞ്ഞതുപോലെ ചുറ്റുമുള്ള നമ്മളെ വില കൽപ്പിക്കുന്ന, നമുക്ക് വേണ്ടി സമയമിടുന്നവരുടെ കൂടെ ഇരിക്കാനോ അവരെ കേൾക്കാനോ പലപ്പോഴും നമുക്ക് പറ്റാതെ പോകുന്നു. ഇത് അങ്ങനെ ഒരു കഥയാണ് അച്യുതൻ മാമ എന്ന് പറയുന്ന കഥ, അല്ലെ? അച്യുതൻ മാമ ആർക്കൊക്കെയോ സമയം ഇട്ടുകൊടുത്തിട്ടുണ്ട്, പക്ഷെ ആ സമയത്തിനനുസരിച്ച് തിരിച്ചു കൊടുക്കാൻ അവർക്ക് സാധിക്കാതെ പോകുന്നു. നോക്കാം, അടുത്തതായി പറയുന്ന പോയിന്റ് എങ്ങനെയാണെന്ന് നോക്കാം. കാഴ്ചകളുടെ ചെറിയ ലോകത്ത് നിന്ന് കാഴ്ചപ്പാടുകളുടെ വലിയ ലോകത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയണം. കാഴ്ചകളുടെ ചെറിയ, അല്ലെ, നമ്മുടെ ചുറ്റുപാടും കാണുന്ന ചെറിയ കാഴ്ചകളല്ലാതെ വലിയ വലിയ കാഴ്ചപ്പാടുകൾ നമുക്ക് ഉണ്ടാവണം. നമുക്ക് വേണ്ടി സമയമിടുന്നവരെ, നമ്മളെ പരിഗണിക്കുന്നവരെ തിരിച്ചു പരിഗണിക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞു വെക്കുന്ന പാഠഭാഗമാണ് അച്യുതൻ മാമ. നോക്കുകയാണ് നമ്മള്, കഥാനായകൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾക്ക് കാരണം എന്താണ്? ഇതിലെ പ്രധാന കഥാപാത്രമാണ് മാധവൻ എന്ന് പറയുന്നത്, അല്ലെ? മാധവൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നാണ് ആദ്യത്തെ ചോദ്യമായി വന്നിരിക്കുന്നത്. നോക്കുകയാണ് നമ്മൾ, അയാൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണ്. കമ്പനിയിൽ ജോലി ചെയ്യുന്ന കഥാനായകന് മേലുദ്യോഗസ്ഥന്റെ നിർദ്ദേശമനുസരിച്ച് ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ഉൽപ്പന്നം വിറ്റഴിക്കുകയും ചെയ്യുന്നതിന് പുതിയ തന്ത്രങ്ങൾ കണ്ടെത്തണം. അയാൾ തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന്? അയാൾ എന്തിനാണ് തിരക്കിട്ട് ഓടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അയാളുടെ മേലുദ്യോഗസ്ഥന്റെ, അല്ലെ, അയാളുടെ മേലുദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം അവിടുത്തെ ഉൽപാദനം വർദ്ധിപ്പിക്കണം. അങ്ങനെ ഉൽപാദനം വർദ്ധിപ്പിച്ചാൽ മാത്രം പോരാ, ഇതൊക്കെ വിറ്റുപോവുകയും വേണം. അതിനുവേണ്ടി കഷ്ടപ്പെടുകയാണ് മാധവൻ എന്ന് പറയുന്ന കഥാപാത്രം. നന്നായി ജോലി എടുക്കുന്ന അത്യധ്വാനിയാണ് മാധവൻ എന്ന് നമുക്കറിയാം, അല്ലെ? ആ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലേക്ക് ഇടുകയാണ്. നോക്കാം, ഇത്തരം തിരക്കുകൾക്കിടയിൽ കുടുംബത്തോടൊപ്പം ചേർന്നു നിൽക്കാൻ കഴിയുന്നില്ല. ജോലി തിരക്കുകൾ സൃഷ്ടിക്കുന്ന സമ്മർദ്ദങ്ങൾക്കിടയിൽ അച്യുതൻ മാമയെ പരിഗണിക്കാനോ അയാൾക്ക് പറയാനുള്ളത് കേൾക്കാനോ സമയം ലഭിക്കുന്നില്ല. കഥാനായകന്റെ ജീവിതം നിയന്ത്രിക്കുന്നത് സമയവും ജോലിയുമായി മാറുന്നു. രണ്ട് കാര്യങ്ങളിട്ട് ആലോചിച്ച് വെച്ചോ. ഈ തിരക്കിനിടയിൽ അച്യുതൻ മാമ വരികയാണ്, അല്ലെ? ഒരു അച്ഛന്റെ സ്ഥാനം കൊടുക്കുന്നു. മാധവൻ ഒരു അച്ഛന്റെ സ്ഥാനം കൊടുക്കുന്ന ആളാണ് അച്യുതൻ മാമ. ഈ അച്യുതൻ മാമ ഒരു ദിവസത്തിൽ കുറച്ച് സമയം തനിക്ക് വേണം എന്ന് പറഞ്ഞു. ഒരു 2 മണിക്കൂറെങ്കിലും ഒരു ദിവസം എന്നോട് ഒത്തു ചെലവഴിക്കാൻ പറയുമ്പോൾ അതിനുപോലും സമയം കിട്ടാതെ തിരക്ക് പിടിച്ച കമ്പനിയിലെ ജോലികളിൽ മുഴുകുന്ന കഥാപാത്രമാണ് മാധവൻ. ആ മാധവൻ സമയവും ജോലിയുമാണ് അയാളെ നിയന്ത്രിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അടുത്തൊരു പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. നോക്കാം, തൊഴിൽ ആനന്ദം നൽകുന്ന ഒന്നായിരിക്കണം. തൊഴിൽ എന്ത് നൽകണം? ആനന്ദം നൽകുന്ന ഒന്നായിരിക്കണം. കഥാനായകനെ സംബന്ധിച്ച് തൊഴിലും തൊഴിലിടവും സമ്മർദ്ദം നൽകുന്നതാണ്. ഈ 2 കാര്യം ആലോചിക്കുക. തൊഴിൽ എന്ത് നൽകണം? ആനന്ദം നൽകുന്ന ഒന്നായിരിക്കണം. പക്ഷെ കഥാനായകനെ സംബന്ധിച്ച് തൊഴിൽ സമ്മർദ്ദം നൽകുന്ന ഒന്നാണ്. ആകെ പ്രശ്നങ്ങൾ മനസ്സിൽ ഇങ്ങനെ സമ്മർദ്ദം നൽകിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? നോക്കുകയാണ്, കുടുംബത്തിന്റെ ഇഴയടുപ്പം കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത കഥാനായകൻ നിസ്സഹായനായി തീരുന്നു. ആരാലും സഹായിക്കാനില്ലാത്തവനായി തീരുകയാണ്. കുടുംബ ബന്ധങ്ങൾ, ഈ തിരക്കിട്ട ജോലിക്കിടയിൽ വീട്ടുകാരുമായിട്ടോ, അല്ലെ, ഭാര്യയുമായോ മക്കളുമായോ അച്യുതൻ മാമയുമായിട്ടൊന്നും നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കാനോ അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കാനോ അവരുമായി ഒന്ന് പുറത്തു പോകാനോ ഒന്നും പറ്റാത്ത വിധത്തിൽ ഇയാൾ ഒതുങ്ങിപ്പോവുകയാണ്. കമ്പനിയിൽ മാത്രമായി ഒതുങ്ങിപ്പോവുകയാണ് കേട്ടോ. നോക്കാം, അച്യുതൻ മാമ എന്ന കഥാപാത്രത്തെ കുറിച്ച് എന്തെല്ലാം ഓർമ്മകളാണ് കഥാനായകൻ പങ്കുവെക്കുന്നത്? അച്യുതൻ മാമ എന്ന കഥാപാത്രത്തെ കുറിച്ച് കഥാനായകൻ പങ്കുവെക്കുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ്? നോക്കാം, അച്ഛന്റെ ഓർമ്മയില്ലാത്ത കഥാനായകന് സ്നേഹവും ലാളനയും സംരക്ഷണവും നൽകി വളർത്തിയത് പിതൃതുല്യനായ അച്യുതൻ മാമയാണ്.
പിതൃതുല്യനാണ്. ആദ്യത്തെ പോയിന്റ് എടുക്കുകയാണ്. അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചു പോയത് കൊണ്ട് അച്ഛന്റെ സ്ഥാനമാണ് ആർക്ക് കൊടുത്തിരുന്നത്? അച്യുതൻ മാമയ്ക്ക് കൊടുത്തിരുന്നത്. പിതൃതുല്യനാണ് അച്യുതൻ മാമ. ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ബാല്യകാല അനുഭവങ്ങളെ ഉത്സവപൂരമാക്കിയത് ഇദ്ദേഹമാണ്. ഉത്സവപൂരം. ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എല്ലാ വിധത്തിലുള്ള സാധനങ്ങളും ഉണ്ടാവും അല്ലെ? പല വിധത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാവും, പല വിധത്തിലുള്ള കാഴ്ചകൾ ഉണ്ടാവും. ഇങ്ങനെ തൻ്റെ കുട്ടിക്കാലത്തിൽ എല്ലാ വിധത്തിലുള്ള കാഴ്ചകളും എല്ലാ വിധത്തിലുള്ള കാഴ്ചകൾ കാണാനും ഒപ്പം അത് കാണിച്ചു തരാനും ആരുണ്ടായിരുന്നു? അച്യുതൻ മാമയുണ്ടായിരുന്നു. എന്നെ ഇന്ന് ഇങ്ങനെ ആക്കിയത് എൻ്റെ ബാല്യത്തിന് ഇത്രയധികം ഉത്സവത്തെ പോലെ എൻ്റെ കണ്ണുകളെ നിറച്ചത് അദ്ദേഹമാണ് എന്ന് പറയുകയാണ്. നോക്കാം അടുത്ത ഭാഗം. തോളിൽ കയറിയാൽ കുതിരയാകുന്ന ഉത്സവപ്പറമ്പിലെ അമിട്ടുപോലെ പൊട്ടിച്ചിരിക്കുന്ന അച്യുതൻ മാമ. തോളിൽ കയറിയാൽ കുതിരയാകുന്ന അല്ലെ, കുട്ടികളുമായിട്ട് ആനയും കുതിരയും ഒക്കെ കളിക്കാറുണ്ട്. അങ്ങനെ തോളിൽ കയറിയിരുന്നാൽ അപ്പൊ തന്നെ അച്യുതൻ മാമ കുതിര കളിക്കാറുണ്ട്. അങ്ങനെ എന്നെ സന്തോഷിപ്പിച്ചിരുന്നു. ഉത്സവപ്പറമ്പിലെ അമിട്ടായി പൊട്ടിച്ചിരിക്കുന്ന അല്ലെ, അമിട്ട് പൊട്ടി വിരിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ എന്നെ സന്തോഷിപ്പിക്കുകയും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രകാശം പരത്തിയിരുന്ന ആളുമാണ് അച്യുതൻ മാമ എന്ന് പറയാണ്. കഥാനായകന്റെ ജീവിതത്തിന് നിറവും നിലാവും അല്ലെ, നിറവും നിലാവും പകർന്ന് വഴികാട്ടിയായത് അച്യുതൻ മാമയാണ്. അയാൾ ഇന്ന് ഇങ്ങനെ ആയി തീരാൻ കാരണം ഈ ഒരു മനുഷ്യനാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വാർദ്ധക്യകാലത്ത് അച്യുതൻ മാമ മക്കളാലും ബന്ധുക്കളാലും തിരസ്കരിക്കപ്പെടുകയും ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തു. വാർദ്ധക്യ സമയമായപ്പോ അച്യുതൻ മാമയുടെ മക്കളുണ്ടായിരുന്നു അല്ലെ, പെൺമക്കൾ ഉണ്ടായിരുന്നു. അവർ വിവാഹം കഴിച്ചെങ്കിലും ആ കൊണ്ടുവന്ന മക്കളൊക്കെ ആകെ പ്രശ്നക്കാരാണെന്ന് പറയുന്നു. അങ്ങനെ അവരൊറ്റപ്പെട്ടു പോയിട്ടുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് അയാൾ അനുഭവിക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു മകന്റെ വാത്സല്യം കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് അച്യുതൻ മാമ മാധവന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ മാധവന് എന്തില്ല? സമയമില്ല. നോക്കിയാണ്, നിനക്കതിന് ആവില്ല മാധവ, നിനക്കതിന് ആവില്ല മാധവ, ഞാൻ കാക്കുന്നില്ല. അച്യുതൻ മാമ ഇങ്ങനെ പറയാനിടയായ സാഹചര്യം എന്താണ്? അച്യുതൻ മാമ മാധവനോട് പറയാണ്, നിനക്കതിനാവില്ല അല്ലെ, നിനക്ക് പറ്റൂല, എനിക്ക് വേണ്ടി കുറച്ച് സമയം തരാൻ നിനക്ക് പറ്റൂല. കാരണം നീ എപ്പോഴും തിരക്കിലായിരിക്കും, കമ്പനിയുടേതായ തിരക്കിലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇനി നിന്നെ കാക്കുന്നില്ല എന്ന് തീർപ്പ് കൽപ്പിച്ച് പറയുകയാണ് മാധവൻ. എപ്പോൾ, എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നോക്കാം. കഥാനായകനെ പലതവണ കാണാൻ ശ്രമിച്ചിട്ടും തന്റെ ജീവിതാവസ്ഥ പങ്കുവയ്ക്കാൻ അച്യുതൻ മാമയ്ക്ക് കഴിയാതെ പോകുന്നു. പല ദിവസങ്ങളിലായി വന്നെങ്കിലും അച്യുതൻ മാമയ്ക്ക് സ്വസ്ഥമായി ഇയാളെ ഒന്ന് കാണാനോ വർത്താനം പറയാനോ സാധിക്കുന്നില്ല. അച്യുതൻ മാമയുടെ ഉള്ളിലുള്ള ആ ഒരു അവസ്ഥകളൊന്ന് പങ്കുവെച്ചെങ്കിലേ അച്യുതൻ മാമയ്ക്ക് സന്തോഷവും സമാധാനവും ഉള്ളൂ. പക്ഷേ അതിന് ഒരിട കിട്ടുന്നില്ല. അതിലൊരു വിഷമം അച്യുതൻ മാമയുടെ മനസ്സിലുണ്ട്. അതിന്റെ പ്രതിഫലനമാണ് അച്യുതൻ മാമയുടെ വാക്കുകളിൽ തെളിയുന്നത്. കഥാനായകന് തന്റെ പ്രശ്നങ്ങൾ കേൾക്കാനും പ്രതിവിധി നിശ്ചയിക്കാനും ജോലി തിരക്കിനിടയിൽ സമയം കണ്ടെത്താനാവില്ല എന്ന് അച്യുതൻ മാമ തിരിച്ചറിയുന്നു. അച്യുതൻ മാമ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ദൈവൻ എന്തായാലും സമയം കിട്ടൂല, എനിക്ക് വേണ്ടിയിട്ട് ഒരിത്തിരി സമയം ഇടാൻ അവന്റെ കയ്യിൽ സമയമില്ല എന്ന് അവൻ ഉറപ്പിച്ചു പറയുകയാണ്. അച്യുതൻ മാമ ആ ഒരു കാര്യം ഉറപ്പിച്ചു പറയുകയാണ്. അയാളുടെ അവസ്ഥയിൽ സഹതപിക്കുന്നു അല്ലെ. അവനെ അപ്പോഴും കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, ഒരു നേരം പോലും അവന് വിശ്രമമില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് സഹതപിക്കുന്ന അച്യുതൻ മാമയെയാണ് കാണുന്നത്. കഥാനായകനോടുള്ള സ്നേഹവും സൂക്ഷിച്ച് അച്യുതൻ മാമ അയാളുടെ നിസ്സഹായ അവസ്ഥയിൽ വ്യാകുലപ്പെടുകയും ചെയ്യുന്നു. വ്യാകുലപ്പെടുകയാണ്, നിസ്സഹായനാണ് അവൻ. അവൻ ഇങ്ങനെ കഷ്ടപ്പെടുകയുണ്ടല്ലോ, അവനെ സഹായിക്കാൻ ആരും ഇല്ലല്ലോ, അവന് കുറച്ചു നേരം കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അപ്പോഴും അവനെ കുറ്റപ്പെടുത്താതെ നിസ്സഹായത മനസ്സിലാക്കുന്ന ഒരാളായി അച്യുതൻ മാമ മാറുകയാണ്. നോക്കാം. പ്രയോഗ ഭംഗി കണ്ടെത്തുക. ഇവിടെ കൊടുത്തിരിക്കുന്ന ചില വാക്കുകൾക്ക് എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്, അതിന്റെ പ്രയോഗത്തിന്റെ ഭംഗി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കാം. അച്യുതൻ മാമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഞായറാഴ്ചയുടെ ചിതയെരിയുന്ന സമയത്താണ് എനിക്ക് മടങ്ങാൻ കഴിഞ്ഞത്. ഒരു ഞായറാഴ്ച ദിവസം അച്യുതൻ മാമയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു എല്ലാം അല്ലെ, ഫോണുകളൊക്കെ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് ഇതുവരെ തുറക്കാത്ത ഒരു
പഴയ മുറി തുറന്നുകൊണ്ട് അതിനുള്ളില് ഇരിപ്പായി അച്യുതൻ മാമയെയും കൂട്ടിയിരുന്നു. അപ്പൊ തന്നെ ഓഫീസിൽ നിന്ന് ആളുകൾ വന്ന് വീട് തുറന്ന് അവനെയും കൊണ്ടുപോവുകയുണ്ടായി അല്ലെ. അപ്പോ സംസാരിക്കുന്ന അതിനുശേഷം പിന്നെ എപ്പോഴാണ് താൻ വീട്ടിലേക്ക് എത്തിയത് എന്ന് പറയുന്ന ഒരു വരിയാണിത്. നോക്കാം. മനുഷ്യന്റെ ജീവിതവും സ്വപ്നവും എരിഞ്ഞടങ്ങുന്നതിന് ചിതയിലാണല്ലോ. മനുഷ്യന്റെ ജീവിതവും സ്വപ്നവും എരിഞ്ഞടങ്ങുന്നത് ചിതയിലാണ്. ചിത വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഒരാളെ ചിതയിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചിതയെ കുറിച്ചാണ് പറയുന്നത്. ഒരു ദിവസം അവസാനിക്കുന്ന സമയത്തെ കുറിച്ചാണ് ഇവിടെ ചിത എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുമില്ല, അയാൾ എത്തിയത് വൈകുന്നേരമാണ്, ഏറെ വൈകിയാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ചിതയെരിയുക എന്നാൽ ഒരു ജീവിതം കത്തിത്തീരുക എന്നാണ് അർത്ഥം. ഞായറാഴ്ചയുടെ ചിതയെരിയുക എന്ന പ്രയോഗം ആ ദിവസത്തിന്റെ മരണമായി കൽപ്പിക്കുന്നു. ആ ദിവസം അവസാനിച്ചു. ദേ ഈ ഒരു ദിവസം, ഞായറാഴ്ച ദിവസം അച്യുതമാമയ്ക്ക് വേണ്ടി മാറ്റി വെച്ചതാണെങ്കിലും അന്നത്തെ ദിവസം അവസാനിക്കുന്ന ആ ഒരു നിമിഷത്തിലാണ്, ഏകദേശം രാത്രിയായ സമയത്താണ് ഓഫീസിൽ നിന്ന് തിരിച്ചെത്താൻ സാധിച്ചത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചിതയെരിയുന്ന സമയം എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നോക്കാം, ഒരു ദിവസം അവസാനിക്കുന്നതാണ് അർത്ഥം. നോക്കാം അടുത്ത വരി. അച്യുതൻ മാമയ്ക്ക് വേണ്ടി നീക്കിവെച്ച ദിവസം അയാൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയാതെ മറ്റെന്തിനെല്ലാമോ വേണ്ടി ചെലവഴിച്ച കഥാനായകന്റെ കുറ്റബോധം ഈ വരികളിൽ കാണാം. എന്തിനൊക്കെയോ ഓടിത്തളർന്ന് നഷ്ടപ്പെട്ടുപോയ ദിനാന്ത്യത്തെക്കുറിച്ചുള്ള ഓർത്തുള്ള നിരാശയാണ് അല്ലെ. ദിനാന്ത്യം, ദിവസത്തിന്റെ അന്ത്യം, അവസാനം. ആ ഒരു ദിവസത്തിന്റെ അന്ത്യത്തെ കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ചിതയെരിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തിന്റെ അവസാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരൊറ്റ വാക്ക് മാത്രം ഈ ഒരു ചോദ്യത്തിൽ നിന്ന് ആലോചിച്ചാൽ മതി അല്ലെ. ഇനി ഭാഷാ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കാം. ഇതില് എന്തൊക്കെയോ ഭാഷാപരമായ ചില പ്രത്യേകതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് നോക്കാൻ പോവുകയാണ്. ശോഭ അച്യുതൻ മാമയ്ക്ക് ചായ കൊടുത്തു. ശോഭ അച്യുതൻ മാമയ്ക്ക് ചായ കൊടുത്തു. ഇവിടെ എന്തൊക്കെയോ ഭാഷാപരമായ പ്രത്യേകതയുണ്ട് അല്ലെ. അച്യുതൻ മാമയോട്, അച്യുതൻ മാമയ്ക്ക്, മാമയോട്, ഞാൻ അച്യുതൻ മാമയെ കണ്ടു, അച്യുതൻ മാമയുടെ, ഇങ്ങനെ പറയുന്ന ചില സഹായക ക്രിയകൾ, ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്ന സാധനം അവിടെ ഇട്ടിട്ടുണ്ട്. കണ്ട അത്തരത്തിലുള്ള സാധനങ്ങൾ, അതിന്റെ പ്രത്യേകതയെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നോക്കാം, അതെന്താണെന്ന് നോക്കുകയാണ് നമ്മള്. ശോഭ അച്യുതൻ മാമയ്ക്ക് ചായ കൊടുത്തു. അച്യുതൻ മാമയോട് ഞാൻ ലോഹ്യം പറഞ്ഞു. ഞാൻ അച്യുതൻ മാമയെ കണ്ടു. അച്യുതൻ മാമയുടെ ആവശ്യം എന്തായിരുന്നുവോ ആവോ അല്ലെ. ആ അച്യുതൻ മാമ എന്ന് പറയുന്ന പേരിനോടൊപ്പം എന്തൊക്കെയോ ചേർത്ത് കൊടുത്തിരിക്കുന്നു. അതെന്തൊക്കെയാണ്? ക്ക്, ഓട്, എ, ഉടെ എന്ന് പറയുന്ന സാധനങ്ങളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരൊറ്റ വരി തന്നിട്ട്, രണ്ട് വരികൾ തന്നിട്ട് ഒറ്റ വരിയാക്കാനും ഒറ്റ വരി തന്നിട്ട് രണ്ട് വരിയാക്കാനും നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതാണ്. അപ്പോ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഗ്രാമർ ഭാഗത്തെ, ആ ഒരു വ്യാകരണ ഭാഗത്തെ ഉത്തരത്തിലേക്ക് എത്തുന്നത് അല്ലെ. അപ്പൊ ഇതെന്താണ് സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കാം. നാമപദത്തോട് ശബ്ദങ്ങൾ ചേരുകയാണ്. അച്യുതൻ മാമ എന്നുള്ളത് ഒരു പേരാണ് അല്ലെ, നാമമാണ്. ആ നാമത്തിനോടൊപ്പം എന്ത് ചേർക്കുകയാണ്? ശബ്ദങ്ങൾ ചേർക്കുന്നു. ക്ക്, ഓട്, എ, ഉടെ എന്ന് പറയുന്ന ശബ്ദങ്ങൾ ചേർത്തുകൊണ്ട് അതൊരു വരിയായി, ഒരു പൂർണ്ണക്രിയയായി അവസാനിപ്പിക്കുകയാണ്. അതാണ് നാമപദത്തോട് ശബ്ദങ്ങൾ ചേർക്കുന്നത് കൊണ്ടാണ് അച്യുതൻ മാമയ്ക്ക്, അച്യുതൻ മാമയോട്, അച്യുതൻ മാമയുടെ എന്നൊക്കെ വരുന്ന ശബ്ദപദങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ആലോചിച്ച് വെക്കുക. തൊഴിൽ മേഖലയിൽ ഇക്കാലത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ വിലയിരുത്തി മാനസികോല്ലാസം പകരുന്നവയാകണം തൊഴിലിടങ്ങൾ. മാനസികോല്ലാസം പകരുന്നവയാകണം തൊഴിലിടങ്ങൾ എന്ന വിഷയത്തിൽ മുഖപ്രസംഗം തയ്യാറാക്കുക. ഇങ്ങനെ ഒരു ചോദ്യം നമ്മൾ കാണാറുണ്ട്. മുഖപ്രസംഗം ഒറ്റ വാക്യത്തിൽ തന്നെ നമുക്ക് തോന്നും ഇതൊരു പ്രസംഗമാണ് എന്ന് തോന്നും. അല്ല, ഇതൊരു പ്രസംഗമല്ല. ഉപന്യാസത്തിൻ്റെതായ എല്ലാ സ്ട്രക്ചറുകളും പാലിക്കുന്ന ഒരു ചോദ്യമാണ് മുഖപ്രസംഗം. അതെങ്ങനെയാണ് എന്നുള്ളൊരു സ്ട്രക്ചർ കൊടുത്തിരിക്കുകയാണ്. മാനസികോല്ലാസം പകരുന്നതാകണം തൊഴിലിടങ്ങൾ കേട്ടോ. അതായത് മനസ്സിന് ഉല്ലാസം നൽകുന്നത്, എപ്പോഴും സമ്മർദ്ദം മാത്രം നൽകുന്നതാവരുത് തൊഴിലിടങ്ങൾ എന്ന് സൂചിപ്പിക്കുകയാണ്. എന്താണ് അതിന്റെ മുഖപ്രസംഗത്തിന്റെ
ഘടന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷയവുമായി ബന്ധപ്പെട്ടതും ഹ്രസ്വവും ആകർഷകവുമായ തലക്കെട്ട്. മുഖപ്രസംഗം എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിൽ തലക്കെട്ട് നിർബന്ധമാണ്. എന്നിട്ട് തന്നിരിക്കുന്ന വിഷയം സൂചിപ്പിച്ചിട്ടുണ്ടാവണം, വിഷയ സൂചന അവിടെ നൽകിയിട്ടുണ്ടാവണം അല്ലെ. എന്ത് വിഷയത്തിലാണ് ഞാൻ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്തത് ആ വിഷയത്തെ വിശദമായി വിശകലനം ചെയ്തിട്ടുണ്ടാവണം. വെറുതെ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു പോവുകയല്ല, ഈ വിഷയത്തിൽ ഇന്നിന്ന കാര്യങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് വിശദമായി പറയാൻ പറ്റണം. അടുത്തത് പരിഹാര മാർഗങ്ങളും നിർദ്ദേശങ്ങളും. ഈ വിഷയം എങ്ങനെ പരിഹരിക്കാം, തൊഴിലിടങ്ങളിലുള്ള പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാം, ഒരു മനുഷ്യന് തൊഴിലെടുക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിലുള്ള സമ്മർദ്ദം എങ്ങനെ ഒഴിവാക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് അടുത്തതായി ശ്രദ്ധിക്കേണ്ടത്. നോക്കാം, വാക്യഘടന പരിശോധിക്കാം. ഈ വാക്യത്തില് എന്തൊക്കെയോ എവിടെയൊക്കെയോ ചില കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ആ ഘടന ഒന്ന് നോക്കാൻ പോവുകയാണ് നമ്മൾ. ആ മനുഷ്യൻ ചായ കുടിച്ചു, കമ്പനി വണ്ടിയുടെ ഹോണിൽ കുരുങ്ങി, എനിക്ക് ഓഫീസിലേക്ക് പോകേണ്ടി വന്നു. തന്നിരിക്കുന്ന വാക്യങ്ങൾ പൂർണ്ണക്രിയകളാണ്, പൂർണ്ണമാണ് അല്ലെ. ഈ ഒരൊറ്റ വരി പറഞ്ഞു കഴിഞ്ഞാലും അത് പൂർണ്ണമാണ്. ആ മനുഷ്യൻ ചായ കുടിച്ചു അല്ലെ, അയാള് ചായ കുടിച്ചു. വേറൊരു വരി വന്നാലും വന്നില്ലെങ്കിലും കുഴപ്പമില്ല. അടുത്തത് പറയാണ്, കമ്പനി വണ്ടിയുടെ ഹോണിൽ കുരുങ്ങി. കമ്പനി വണ്ടിയുടെ ഹോൺ വന്നു, ആ ഹോണിൽ കുരുങ്ങി കിടക്കുകയാണ് അയാൾ അല്ലെ. ആ ഹോൺ അടിച്ചു, ഇയാള് ചെല്ലണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തത് പറയാണ്, എനിക്ക് ഓഫീസിലേക്ക് പോകേണ്ടി വന്നു. അത് അടുത്ത വരി വന്നാലും വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ആ വരി പൂർണ്ണമാണ്. ഇത്തരത്തിൽ തന്നിരിക്കുന്ന വരികൾ പൂർണ്ണമാണെങ്കിൽ അവ പൂർണ്ണക്രിയകളാണ്. ഒരു ക്രിയ പൂർണ്ണമായി അവസാനിക്കുകയാണ്. ഇവിടുത്തെ ക്രിയ ഏതാണ്? കുടിച്ചു, കുരുങ്ങി, വന്നു എന്നിവയാണ് ഇവിടത്തെ ക്രിയകളായി വരുന്നത് അല്ലെ. കുടിച്ചു, കുരുങ്ങി, വന്നു, ഇവ പൂർണ്ണക്രിയകളാണ്. ഇതിനു ശേഷം ഒരു വരി വന്നാലും വന്നില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല. അത്തരത്തിലുള്ള ക്രിയകളാണ് പൂർണ്ണക്രിയകൾ എന്ന് ആലോചിക്കുക. ഈ ഒരു യൂണിറ്റില് നമുക്ക് പഠിക്കാനുള്ള അടുത്ത പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ ജോലിയും. ഏറ്റവും എളുപ്പമുള്ള ഒരു പാഠഭാഗമാണ്, ജോലിയെ കുറിച്ച് പറഞ്ഞു വെക്കുന്ന ഒരു പാഠഭാഗമാണ് അല്ലെ. ചെറിയ ചില ചിന്തകൾ മാത്രം മനസ്സിലേക്ക് ഇട്ടുകൊണ്ട് ഈ പാഠഭാഗവും അവസാനിപ്പിക്കുകയാണ്. നോക്കാം, ഏതു ചക്രത്തിലേറി നാം വേഗം എത്തുവാൻ ഓടിക്കിതയ്ക്കുന്നു. ഏതു ചക്രത്തിലേറി നാം വേഗം ഓടിയെത്താൻ വേണ്ടിയിട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്, എങ്ങനെ നോക്കുകയാണ്. ആമുഖമായി തന്നിരിക്കുന്ന 2 വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. ആ 2 വരികള് വിശദമായി നോക്കുകയാണ് നമ്മൾ. നോക്കാം, തൊഴിൽ മേഖലയിലെ സമ്മർദ്ദങ്ങൾക്ക് അകത്തു നിന്ന് ആനന്ദത്തിന്റെയും പുരോഗതിയുടെയും ലോകത്തിലേക്ക് സ്വയം നടന്നു ചെല്ലുന്നതിനുള്ള ഉപാധിയായി അധ്വാനത്തെ മാറ്റണമെന്ന ആശയത്തിലേക്ക് കടന്നു ചെല്ലാവുന്ന വിധം ഉള്ള വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സമ്മർദ്ദം നിറഞ്ഞതാവരുത്. ആ ചെയ്യുന്ന തൊഴിൽ എന്ത് വേണം? ലോകത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് ഒരു പുരോഗതി നൽകുന്നതാണ് എന്നുള്ള അധ്വാനപരമായിട്ടുള്ളതല്ല, അത് സ്വയമേ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതും തൃപ്തിയോടും കൂടിയിട്ടായിരിക്കണം നമ്മൾ ജോലി ചെയ്യുന്നത്. അല്ലാതെ ജോലി ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് വെറുതെ എന്തൊക്കെയോ ചെയ്യുന്നതാകരുത് എന്ന് പറയുകയാണ് അല്ലെ. അപ്പൊ ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. അതായത് പല വിധത്തിലുള്ള തൊഴിലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ. അത് ഉയർന്നതാകാം, താഴ്ന്നതാകാം, ബുദ്ധിമുട്ടുള്ളതാകാം, ബുദ്ധിമുട്ടില്ലാത്തതാകാം. ഏതൊരു തൊഴിലിനും അതിൻ്റെതായ വില കൽപ്പിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു പാഠഭാഗത്തിൽ. നോക്കാം, പ്രധാന ആശയങ്ങൾ എങ്ങനെയാണ്. അധ്വാനിക്കുന്നത് പണം സമ്പാദിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, ജോലി വ്യക്തിത്വ വികസനത്തിനും നൈപുണ്യ വികസനത്തിനും ഉതകുന്നതാകണം. നമുക്കൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു വഴി കൂടിയായിട്ട് എന്ത് കാണണം? ജോലിയെ കാണാൻ സാധിക്കണം. തൊഴിൽ ചെയ്യുന്നവർക്ക് എല്ലാ തരത്തിലും സംതൃപ്തി ലഭിക്കണം. തൊഴിൽ ചെയ്യുമ്പോൾ വേണ്ടാവെറുക്കനെ ചെയ്യുകയല്ല, ഒരു സാധനം ചെയ്യുമ്പോൾ തൃപ്തിയോടെയും ഇഷ്ടത്തോടെയും കൂടെ ചെയ്യാൻ സാധിക്കണം. അങ്ങനെ ആയിരിക്കണം ഒരു തൊഴിലിനെ മനുഷ്യൻ സമീപിക്കേണ്ടത്. അടുത്തത് പറയാണ്, തൊഴിൽ രംഗത്ത് വ്യക്തിഗതമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് അവസരമുണ്ടാകണം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളായിരിക്കും അല്ലെ. ആ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അവസരങ്ങൾ കിട്ടണം. എന്നാലേ നമ്മുടെ മനസ്സിനൊരു തൃപ്തി ഉണ്ടാവുകയുള്ളൂ. തൊഴിൽ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. തൊഴിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരാളുടെ വികസനത്തിന് വേണ്ടിയിട്ടും സമൂഹത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുമാണ്. ഇത്രയും പ്രധാന പോയിന്റുകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ പാഠഭാഗത്ത് നിന്ന് ഏതൊരു ചോദ്യം വന്നു കഴിഞ്ഞാലും ഇതെഴുതിയ മാർക്ക് ഉറപ്പാണ് കേട്ടോ. അപ്പൊ ഈ പോയിന്റുകൾ ആലോചിച്ച് വെച്ചോ.
ജീവിത സുഖം കൈവരിക്കുന്നത് തൊഴിൽ ചെയ്യണം. ജീവിതത്തിൽ സുഖം കൈവരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? തൊഴിൽ വേണം. തൊഴിലുണ്ടെങ്കിലേ പൈസ കിട്ടുള്ളൂ. പൈസ ഉണ്ടെങ്കിൽ സുഖസുന്ദരമായി ജീവിക്കാം. അത്രയേ ഉള്ളൂ. ഏത് ജോലിയും പ്രധാനമാണ്. ഏതൊരു ജോലിക്കും അതിൻ്റെതായ വിലയുണ്ട് എന്ന് പറയാണ്. എല്ലാ ജോലിയിലും നമ്മൾക്കുള്ള പരമാവധി കഴിവുകൾ ഉപയോഗപ്പെടുത്തണം. ഏത് ജോലിയും സർഗാത്മകതയുടെ ഒരു അംശമുണ്ട്. എല്ലാ ജോലി ചെയ്യാനും കഴിവ് വേണം, അല്ലെ? ഓരോ ജോലിക്കും അതിൻ്റെതായ കഴിവുണ്ട്. അപ്പോ പാടാനായാലും ആടാനായാലും പഠിപ്പിക്കാനായാലും കൃഷി ചെയ്യാനായാലും അങ്ങനെ ഓരോ തൊഴിലിനും കഴിവ് വേണം. വെറുതെ ഒരു ഞാറ് നടുമ്പോ ആ ഞാറ് എത്ര അകലത്തിൽ നടണം, എത്ര അകലത്തിൽ നട്ടാൽ അതിന് സ്വസ്ഥമായി വളരാൻ സാധിക്കും എന്നുള്ളതൊക്കെ പഠിപ്പാണ്, അറിവാണ്, അല്ലെ? അപ്പൊ അവര് സമ്പാദിക്കുന്ന അറിവ് വേറെയാണ്. ഒരു കൽപ്പണിക്കാരൻ ഓരോ കല്ല് വെക്കുമ്പോഴും അളവുണ്ട്, അല്ലെ? വെറുതെ അങ്ങോട്ട് വാരി കൂട്ടി വെക്കുകയല്ല. ഒരു മണല്, സിമന്റ്, വെള്ളം ഇതൊക്കെ ചേർക്കുന്നതിനൊക്കെ അളവുണ്ട്. അപ്പൊ ഓരോ ജോലിക്കും അതിൻ്റെതായ അറിവുകൾ ഉണ്ട്. ആ അറിവിലൂടെയാണ് ഓരോരുത്തരും ജോലി ചെയ്യുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നോക്കാം, ഇതിലെ പ്രധാന ഒരു ചോദ്യം വരുന്നത് എങ്ങനെയാണ്? തൊഴിൽ ധനസമ്പാദനത്തിനുള്ള ഉപാധി മാത്രമാണോ? പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വഴി മാത്രമാണോ തൊഴിൽ എന്നതാണ് ചോദ്യം. അതിന്റെ ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും: പണം നിത്യവൃത്തിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. എന്തായാലും ജീവിക്കണമെങ്കിൽ എന്ത് വേണം? പൈസ വേണം, അല്ലെ? അടുത്ത ഭാഗം വരുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് അധ്വാനിക്കുന്നവരുടെ പ്രതിഫലം ലഭിക്കണം. അധ്വാനിക്കുന്നതിന് എന്ത് കിട്ടണം? പ്രതിഫലം ലഭിക്കണം. പക്ഷേ പണം ലഭിച്ചാൽ മാത്രമേ ജോലി ചെയ്യൂ എന്ന മനോഭാവം പാടില്ല. പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്, പക്ഷേ ആ പണിയെടുക്കുമ്പോൾ നിർബന്ധമായും പൈസ തന്നാലേ ഞാൻ പണിയെടുക്കൂ എന്ന് പറയുകയല്ല. ആ തൊഴിലിനോടൊരു ആത്മാർത്ഥത വേണം. ആ തൊഴിലെടുക്കുമ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് പൈസ ഇല്ലാതെ തൊഴിലെടുക്കേണ്ടി വരും. അത് മനസ്സിലാക്കിയിട്ട് ആ തൊഴിലിനോടൊരു ആത്മാർത്ഥത കാണിക്കണം എന്ന് പറയുകയാണ്. അധ്വാനം ആനന്ദവും സാമൂഹിക പുരോഗതിക്കും കൂടിയതാകണം. സാമൂഹിക പുരോഗതിയിൽ തനിക്ക് കൂടി പങ്കുണ്ട്, അല്ലെ? തനിക്ക് കൂടി പങ്കുണ്ട് എന്ന് തിരിച്ചറിവ്. സമൂഹത്തിന്റെ പുരോഗതിയിൽ ഓരോ മനുഷ്യനും പങ്കുണ്ട് എന്ന തിരിച്ചറിവോടെ ആയിരിക്കണം നമ്മൾ ഓരോ ജോലിയും ചെയ്യേണ്ടത് ട്ടാ എന്ന് തിരിച്ചറിയുന്ന ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. ഈ ഒരു തിരിച്ചറിവാണ് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അധ്വാനവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചു വെച്ചോ. വിയർത്തവന്റെ വിശപ്പിന് സുഖമുണ്ട്, അധ്വാനിക്കാൻ തയ്യാറല്ലാത്തവൻ ആഹാരത്തിന് അർഹനല്ല. ഈ രണ്ട് പഴഞ്ചൊല്ല് പറയുമ്പോൾ വേറെ എന്തൊക്കെയോ നമ്മുടെ ഓർമ്മയിലേക്ക് വരികയാണ്. എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം, അല്ലെ? യേശുക്രിസ്തു പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അവനവന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ചുടുക. ഇതൊക്കെ നമ്മൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി വെക്കുകയാണ്. എന്നിട്ട് ഇതിനെ ഒന്ന് വിശദീകരിക്കുകയാണ്. വിയർത്തവന്റെ വിശപ്പിന് സുഖമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രയത്നത്തിന്റെ ഫലം ആസ്വദിക്കാൻ സുഖമുണ്ട്. നമ്മളൊരു ജോലി ചെയ്തിട്ട് അതിന്റെ സമ്പാദ്യം, അല്ലെ, അതിൽ നിന്ന് കിട്ടുന്ന പൈസ, ആ പൈസക്ക് എന്തെങ്കിലും മേടിക്കുമ്പോൾ അതിനുള്ളിൽ നമുക്ക് കിട്ടുന്ന ഒരു ചാരിതാർത്ഥ്യം ഉണ്ട്, അല്ലെ? നമ്മൾ പണിയെടുത്തുണ്ടാക്കുന്ന പൈസക്ക് മേടിക്കുന്ന സാധനങ്ങള് നമ്മൾ വീട്ടിലേക്ക് എത്തിക്കുകയോ വാങ്ങി കഴിക്കുകയോ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു നിർവൃതിയുണ്ട് എന്നതാണ് അതിന്റെ അർത്ഥം. അതിന് മധുരം കൂടും. അധ്വാനിക്കാതെ കിട്ടുന്നത് യഥാർത്ഥ നേട്ടമല്ല എന്നതാണ് ഈ പറയുന്ന വിയർത്തവന്റെ വിശപ്പിന് സുഖമുണ്ട് എന്ന ചൊല്ലിന്റെ അർത്ഥം. അടുത്ത ചൊല്ലിലേക്ക് വരികയാണ്. അധ്വാനിക്കാൻ തയ്യാറല്ലാത്തവൻ ആഹാരത്തിന് അർഹനല്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അധ്വാനം തൃപ്തി നൽകുന്നു. മറ്റുള്ളവരുടെ അധ്വാനത്തിന്റെ പങ്കുപറ്റുകയല്ല, സ്വയം അധ്വാനിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. അവനവന്റെ അന്നത്തിനുള്ള വക അധ്വാനിച്ച് കണ്ടെത്തണം. സ്വന്തമായി ജീവിക്കാൻ വേണ്ടി അവനവൻ പണിയെടുക്കണം. അത്രയേ ഉള്ളൂ ആ ചൊല്ലിന്റെയും അർത്ഥം ട്ടാ. നോക്കാം, ഏറ്റവും അവസാനത്തേക്ക് വരുമ്പോ ഒരു ചോദ്യമുള്ളത് പ്രഭാഷണം എന്ന് പറയുന്ന ചോദ്യമാണ്. പ്രഭാഷണം എന്താണെന്ന് നമുക്കറിയാം, പ്രസംഗമാണ്, അല്ലെ? പ്രസംഗത്തിന് തന്നിരിക്കുന്ന വിഷയം ഇങ്ങനെയാണ്: തൊഴിലും സാമൂഹിക പുരോഗതിയും. തൊഴിലും സാമൂഹിക പുരോഗതി. നമ്മൾ ചെയ്യുന്ന തൊഴില് സമൂഹത്തിന് പുരോഗതി ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ? അങ്ങനെ ഒരു പ്രഭാഷണം തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് കൊടുക്കണം? അഭിസംബോധന കൊടുക്കണം, അല്ലെ? സംബോധന കൊടുക്കണം. അത് സ്കൂളിലാണെങ്കിൽ ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരെ. ഇനി അതൊന്നുമല്ല, വെറുതെ പ്രഭാഷണമാണെങ്കിൽ മാന്യ സദസ്സിന് വന്ദനം, ബഹുമാന്യരെ എന്നൊക്കെ പറഞ്ഞു തുടങ്ങാം, അല്ലെ? അതിനുശേഷം എങ്ങനെയായിരിക്കണം? വിഷയാവതരണം ഉണ്ടാവണം, വിഷയത്തെ വിശകലനം ചെയ്തിട്ടുണ്ടാവണം, ഉദാഹരണ സഹിതം കാര്യങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടാവണം, നമ്മുടേതായ സ്വന്തം നിരീക്ഷണങ്ങൾ അതിലുണ്ടാവണം, ഏറ്റവും ഒടുവിൽ ഉപസംഹാരം ഉണ്ടാകണം, നന്ദി പറഞ്ഞിട്ടുണ്ടാവണം. ഇങ്ങനെയായിരിക്കണം പ്രഭാഷണത്തിന്റെ സ്ട്രക്ചർ. തൊഴിൽ
തൊഴിലും സാമൂഹിക പുരോഗതിയും. അതിനാവശ്യമായ പോയിന്റുകൾ മനസ്സിലേക്ക് ഇട്ടുവെക്കുക. അങ്ങനെ ആശയങ്ങൾ, ഇതിലേക്ക് ആവശ്യമായ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആശയങ്ങൾ നമുക്ക് അതിൽ ചേർക്കാട്ടാ. എല്ലാവർക്കും തൊഴിൽ ചെയ്യാനുള്ള അവസരം വേണം. സമൂഹത്തിൽ കുറെ ആളുകൾ, ജനസംഖ്യ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇവർക്കൊക്കെ തൊഴിലുണ്ടെങ്കിലേ സമൂഹത്തിൽ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ജോലി ചെയ്യാത്തവനെ, തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവനെ ആർക്കെങ്കിലും വിലയുണ്ട? ഇല്ല. അപ്പൊ എല്ലാവർക്കും തൊഴിൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാവണം. അഭിരുചിക്കും വിദ്യാഭ്യാസത്തിനും അനുസരിച്ചുള്ള തൊഴിലവസരങ്ങൾ ലഭിക്കണം. പഠിപ്പിനനുസരിച്ച് തൊഴിൽ ചെയ്യാൻ പറ്റണം അല്ലെ. കുറെ പഠിച്ചു പോയിട്ട് വേറെന്തൊക്കെയോ തൊഴിൽ ചെയ്യുന്നതിനേക്കാൾ നല്ലത് പഠിച്ചതുമായി ബന്ധപ്പെട്ട തൊഴിൽ കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ട് അല്ലെ. അതാണ് അഭിരുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച്, കഴിവിനനുസരിച്ച് ജോലി കിട്ടണം. അടുത്തൊരു പോയിന്റ് വരുന്നത് ഇങ്ങനെയാണ്: തൊഴിലിടങ്ങളിലെ ലിംഗസമത്വം. ഇത് ആദ്യകാലങ്ങളിൽ ഒരേ തൊഴിൽ തന്നെ ചെയ്യുന്ന ആണിനും പെണ്ണിനും വ്യത്യസ്ത കൂലിയാണ്. ആണിന് കുറച്ച് കൂലി കൂടുതലും പെണ്ണിന് കുറച്ച് കൂലി കുറവുമാണ് കൊടുത്തിരുന്നത്. ഇങ്ങനെ ചെയ്താൽ പോരാ, രണ്ടുപേരും ഒരേ തൊഴിലാണ് ചെയ്യുന്നത് എന്നുള്ള ആ ലിംഗസമത്വം, ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസം കൂടാതെ അവർക്ക് വേതനവും ആനുകൂല്യങ്ങളും നൽകണം. അടുത്തത് അധ്വാനത്തിനനുസരിച്ചുള്ള വേതനം നൽകണം. കഷ്ടപ്പെട്ട് 8 മണിക്കൂർ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ആ 8 മണിക്കൂർ പണിയെടുക്കുന്നതിന്റെ ശമ്പളം കിട്ടണം. ആകെ കുറച്ച് പണി മാത്രമല്ല ചെയ്യുന്നത്, ഒരുപാട് പണികൾ ചെയ്യുന്നുണ്ട്, അതിനുള്ള കൂലി തരാനും അവർ ബാധ്യസ്ഥരാണ്. തൊഴിലിടങ്ങളിൽ ലഭിക്കുന്ന പരിഗണന. തൊഴിലിടങ്ങളിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുകയും അതിനുള്ള സഹായ സഹകരണങ്ങൾ കൊടുക്കാനും, അവര് ഒരുപാട് നേരം ജോലി ചെയ്യിപ്പിക്കാതെ കുറച്ചു നേരം തൊഴിൽ കഴിഞ്ഞാൽ കുറച്ചു നേരം വിശ്രമം, അങ്ങനെ കൃത്യമായി അല്ലെ. നല്ല വെയിലൊക്കെ കൂടുമ്പോൾ നമ്മൾ വാർത്തയിൽ കാണാറുണ്ട്, ഉച്ചയ്ക്ക് 1 മണി തുടങ്ങി 3 മണി വരെ സമയങ്ങളിൽ തുറസായ സ്ഥലങ്ങളിൽ പണിയെടുക്കുന്നവർക്ക് വിശ്രമം അനുവദിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഓർഡറുകൾ വരാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തില് കൃത്യമായ പരിഗണന അവർക്ക് കൊടുക്കണം. ഉടമ അടിമ ബന്ധമില്ലാത്ത മനോഭാവം. ഞാൻ മുതലാളിയാണ്, നീ തൊഴിലാളിയാണ് എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ടാണ് അവർക്ക് തൊഴിൽ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു വേതനത്തിലും ആനുകൂല്യത്തിലും ഒക്കെ അടിമ ഉടമ ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ടാവും. അടുത്ത പോയിന്റ്, തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം അല്ലെ. അവര് പണിയെടുക്കുന്നവരാണെങ്കിലും അവർക്ക് അവരുടേതായ ആവശ്യങ്ങളുണ്ട്, ആനുകൂല്യങ്ങളുണ്ട്. ഇതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാഠഭാഗം. ഈ ഒരു പാഠഭാഗത്തില് അധ്വാനത്തിനെ കുറിച്ചാണ് പറയുന്നത്, കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്, ജോലിയുടേതായ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത്, തൊഴിലെടുത്ത് ജീവിക്കാനാണ് പറയുന്നത് അല്ലെ. എല്ലാവരും തൊഴിലെടുത്ത് ജീവിക്കുകയാണ്. അധ്വാനത്തിന്റെ മഹത്വമാണ് ഈ ഒരു യൂണിറ്റ് മൊത്തമുള്ളത്. അപ്പൊ ഈ 3 പാഠങ്ങളും ഒരുമിച്ച് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അധ്വാനത്തിന്റെ മഹത്വത്തെ എടുത്തു കാണിക്കുന്ന പാഠഭാഗങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ എന്നുള്ളത്. അങ്ങനെ കർമ്മോത്സുകതയുടെ ലാവണ്യ മുദ്രകളായി ഈ 3 പാഠഭാഗങ്ങളും മാറുകയാണ്. പലതരത്തിലുള്ള ജോലിയെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. ജോലിയുടെ ഇടയിൽ, തിരക്കിനിടയിൽ പലരെയും മറന്നുപോകുന്ന മനുഷ്യരെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഒന്നുമാകാതെ ഇവരെയൊക്കെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സാണ് വേണ്ടതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഇത്തരം പോയിന്റുകൾ കയ്യിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.